ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ട ബിസ്ക്കറ്റിൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ലതാണ് ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അതേപോലെ തന്നെ വേറൊരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൊള്ളി ബിസ്ക്കറ്റ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരമാവും കേട്ടോ. അപ്പം നമുക്ക് താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ഇതിനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മൈദ തൂക്കി എടുക്കുവാണ്. മൈദ നമ്മൾ 250 ഗ്രാമാണ് എടുക്കേണ്ടത്. ഗ്യാസ് ഓണാക്കി കൊടുത്തു. എന്നിട്ട് 250 ഗ്രാം മൈദ നമുക്ക് ഇതിലേക്ക് തൂക്കിയെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് 1/2 കിലോയോ 1 കിലോയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് കുഴയ്ക്കുന്നത്. പഞ്ചസാര നമുക്ക് ഇതിൽ തന്നെ അങ്ങ് അളന്നെടുക്കുക. ഒരു 35 ഗ്രാമൊക്കെ പഞ്ചസാര ചേർക്കുക കേട്ടോ. ഒത്തിരി മധുരം ഇല്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് 35 ഗ്രാമൊക്കെ മതി. ഒരു കറക്റ്റ് 35 ഗ്രാം തന്നെ ആവണമെന്നില്ല കേട്ടോ. അതും നമ്മൾ ഈ മൈദയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് എടുക്കുമ്പം നമ്മൾ എടുക്കേണ്ടത് 2.5 ഗ്രാമാണ്. 2.5 ഗ്രാം ഈസ്റ്റും തൂക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് തന്നെ എടുക്കണം. നല്ല ഈസ്റ്റ് ആയിരിക്കണം. ഈസ്റ്റ് പഴകി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവില്ല കേട്ടോ. ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ചേർക്കുമ്പം ഉപ്പും ഈസ്റ്റ് എത്രയാണോ നമ്മൾ ഇട്ടത് അതേപോലെ തന്നെയാണ് ഉപ്പും ചേർക്കേണ്ടത്. ഉപ്പ് നമ്മൾ 2.5 ഗ്രാമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് പൗഡർ ചേർക്കാം, കസ്റ്റേർഡ് പൗഡർ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇതേപോലെ തന്നെയാണ് കുഴയ്ക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ മൈദ ചേർത്തു, പഞ്ചസാര ചേർത്തു, ഉപ്പ് ചേർത്തു, ഈസ്റ്റ് ചേർത്തു. അത്രയും സംഭവങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർക്കണം. ബട്ടർ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം. ഞാനിപ്പം കുക്കീസിനൊക്കെ ഉപയോഗിക്കുന്ന ആ വനസ്പതിയാണ് ഇതിലേക്ക് ചേർക്കാൻ പോണത്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. വെള്ളം എടുക്കുമ്പോൾ ഒരു 125 ml വെള്ളം നമ്മൾ എടുക്കുക. പക്ഷെ അത്രയൊന്നും വെള്ളം ഇതിലേക്ക് വേണ്ടി വരില്ല. ഒരു 100 ml വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആവും. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ വനസ്പതിയോ എന്തെങ്കിലും നമ്മൾ ഇതിൽ ഓയിലാണെങ്കിലും കുഴപ്പമില്ല ചേർക്കണം. മാവൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതും കൂടി ചേർക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കുഴച്ചതിന് ശേഷം നമുക്ക് നെയ്യ് എന്താണോ ബട്ടറാണോ നിങ്ങൾ എന്താണോ ചേർക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കുക. മാവ് കുഴയ്ക്കാൻ തുടങ്ങാം നമുക്ക്. ആദ്യം ഈ നടുഭാഗം ഒന്ന് ചെറുതായിട്ട് ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടും വെള്ളം ഒന്നിച്ച് ഒഴിക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിയെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മൈദയൊക്കെ ഈ വെള്ളത്തിൽ പിടിപ്പിച്ചെടുക്കുക. എല്ലാവർക്കും അടി എന്താ വെച്ചാൽ ഇങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പറയും ചേച്ചി സ്റ്റാൻഡ് മിക്സറിൽ കുഴച്ചോട്ടെ, ഹാൻഡ് ബീറ്റർ ഇട്ട് കുഴയ്ക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കുഴയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ആ സ്റ്റാൻഡ് മിക്സർ ഉണ്ടല്ലോ അതിൽ നമ്മൾ കുഴയ്ക്കുമ്പം ഒത്തിരി ലോഡൊക്കെ വരുമ്പോൾ അതിൻ്റെ മോട്ടറൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ട്. അത് അധികം നമ്മൾ ഉപയോഗിക്കുക ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി തീരെ കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചിടണം കേട്ടോ, ഒത്തിരി ലോഡ് വരുത്തരുത്. അപ്പോൾ നന്നായിട്ട് എല്ലാം കുഴച്ചെടുക്കുക. ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ തുടർച്ചയായിട്ട് കുഴച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് നമ്മൾ ബന്നോ റൊട്ടിയോ എന്തുണ്ടാക്കുമ്പോഴും നന്നായിട്ട് കുഴയ്ക്കണം. കുറച്ച് നേരം ഒന്നും കുഴച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നാവില്ല. അപ്പോൾ വിണ്ട് കീറിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങൾ എനിക്ക് വരുന്നുണ്ട്. ബണ്ണ് ശരിയായില്ല, റൊട്ടി എത്ര ഉണ്ടാക്കിയിട്ട് നന്നായില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഴയ്ക്കുന്നത് റെഡി ആവാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴയ്ക്കുക കേട്ടോ. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഇതിലേക്ക് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. 100 ml വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബട്ടറും കൂടി ചേർത്ത് വീണ്ടും കുഴച്ചെടുക്കുക. ഈ ബട്ടർ മുഴുവനായിട്ട് ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം. ആദ്യം നമ്മൾ ഇതുപോലെ കുഴയ്ക്കുമ്പം ഈ മേശയിലൊക്കെ പറ്റി പിടിക്കും. അപ്പം നമുക്കൊരു ഇടങ്ങാറ് പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നിരന്തരം ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്ന് നമ്മുടെ കൈയും കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാകുന്നത് കാണാം. അപ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കുഴയ്ക്കാൻ നോക്കുക കേട്ടോ.
അപ്പം ഞാൻ അരമണിക്കൂർ കുഴയ്ക്കുന്നതൊന്നും മുഴുവൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പം ഞാൻ കുഴച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. മാവ് ഒരു 10 മിനിറ്റ് ആയിട്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഇത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ബേക്കിംഗ് ട്രേയിൽ നന്നായിട്ട് ഓയിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നമ്മൾ എടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പറ്റിപ്പിടിക്കും. ഇനി നമുക്കിത് ഷേപ്പാക്കാം. ഷേപ്പാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് മൈദയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിപ്പോൾ 2 പീസാക്കാം. നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ട ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ കുറച്ച് വണ്ണത്തിലായിരുന്നു. ഇത് നല്ലതായിട്ട് നൈസാക്കുക. ഇതിന് കൊള്ളി ബിസ്ക്കറ്റ് എന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ തീരെ കട്ടിയില്ലാതെ എങ്ങനെ വള്ളി പോലെ ആക്കുക. തീരെ കട്ടി വേണ്ട കേട്ടോ. നല്ല ഇങ്ങനെ ഇടട്ടെ. ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ സ്ഥലം കിട്ടുന്നില്ല. എന്നിട്ട് നന്നായിട്ട് നൈസാക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കൗണ്ടർ ടോപ്പൊക്കെ ചെറുതാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് വീണ്ടും നൈസാക്കുക. അപ്പോൾ എപ്പോഴും ഒരേ വണ്ണായിരിക്കാൻ വേണ്ടി നോക്കണം. ഒരു ഭാഗത്ത് കനം കൂടിയിട്ട് ഒരു ഭാഗത്ത് കനം കുറഞ്ഞിട്ട് ഒന്നും ഇരിക്കരുത്. എല്ലാം ഒരേപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അളന്ന് വേണമെങ്കിൽ മുറിക്കുക. എല്ലാം ഒരേ അളവായിരിക്കണമല്ലോ. അപ്പോൾ പാക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവരുത്. അതുകൊണ്ട് അളന്ന് മുറിക്കുക. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പീസ് മുറിച്ചിട്ട് അതിങ്ങോട്ട് വെച്ച് കൊടുത്ത് നോക്കാം കറക്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അളക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ട്രേയിലേക്ക് എടുത്തു വെക്കുക. ഇങ്ങനെ നീളത്തിൽ എടുത്തു വെക്കുക. ഇതേപോലെ കണ്ടോ. ഇനി ഒരു പീസും കൂടെ ബാക്കിയുണ്ട്. അതും കൂടി നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതിൽ ടേസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജീരകം തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ചെയ്തതിൽ ഇടാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ഇടുന്നുണ്ട് കേട്ടോ. ആ എള്ളിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പം കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പം കുറച്ചും കൂടി ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നന്നായിട്ട് നീട്ടി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ടാണ് കനം കൊടുക്കുന്നതെങ്കിലും ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി വലുപ്പം തോന്നിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ അതുകൊണ്ടാണ് നന്നായിട്ട് നൈസാക്കിയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേയിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഇതിനെ പിടിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതും കൂടെ ഞാൻ എടുത്തു വെക്കട്ടെ. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മുതൽ 3/4 മണിക്കൂർ വരെ പൊന്താനായിട്ട് മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചൂട് കാലാവസ്ഥയാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ മതിയാവും. അല്ലാതെ തണുത്ത കാലാവസ്ഥയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കഴിയണം. എന്നിട്ടാണ് ഓവനിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊള്ളി ബിസ്ക്കറ്റ്. ഇപ്പോൾ നമ്മൾ 20 മിനിറ്റുമാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ട ബിസ്ക്കറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിപ്പോൾ ആയിട്ടില്ല. ഇനി ഇതും അതേപോലെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. 140 ചൂട് കൊടുത്തിട്ട് ഇത് വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇടാം കേട്ടോ. തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേവിച്ചെടുക്കുക എന്നല്ല, ഉണക്കിയെടുക്കുക. നല്ലതായിട്ട് ഉണക്കിയെടുക്കുക. നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് ഇങ്ങനെ അടുക്കി പാക്കറ്റുകളിലൊക്കെ ആക്കിയിട്ട് ഷോപ്പിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടിട്ടുണ്ടോ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ബേക്കറിയിലൊക്കെ കാണും. കുറേ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക, എന്നിട്ട് സെയിൽ ചെയ്യുക, എന്നിട്ട് ഒത്തിരി കാശൊക്കെ ഉണ്ടാക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ചേച്ചിയോട് പറയാൻ എന്തായാലും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.